ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും കൗണ്ട് ഈഫ്, അതേപോലെ തന്നെ കൗണ്ട് ഈഫസ്, അതേപോലെ തന്നെ സം ഈഫസ്, ഇങ്ങനെ മൂന്ന് ഫോർമുലയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കൗണ്ട് ഈഫിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ പുതിയതായിട്ട് 2 ഫോർമുലാസ് കൂടി പഠിക്കുന്നുണ്ട്. അത് ഒന്ന് കൗണ്ട് ഈഫസും അതേപോലെ തന്നെ രണ്ടാമത് സം ഈഫസും. അപ്പോൾ എന്തിനാണ് കൗണ്ട് ഈഫസും അതേപോലെ തന്നെ സം ഈഫസും അതേപോലെ കൗണ്ട് ഈഫും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഹൗ മെനി സ്പ്രിങ്സ് ആൻഡ് ഫാൾ സീസൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ഈഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് എത്ര സ്പ്രിങ്സ് അതേപോലെ തന്നെ ഫാൾ സീസൺസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫാൾ എന്നുള്ളത് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ വന്ന് സ്പ്രിംഗ് എന്നുള്ള ഭാഗവും ഞാൻ കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ കൗണ്ട് ഈഫസ് വെച്ചിട്ട് നമുക്ക് കൗണ്ട് ഒന്ന് കാണണം. അപ്പോൾ ഈക്വൽ ടു ഇടുക, എന്നിട്ട് ഇവിടെ വന്ന് കൗണ്ട് ഈഫ് എസ് കൗണ്ട് ഈഫ് എന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം, റേഞ്ച് എന്നുള്ളിടത്ത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോളിലും ഷിഫ്റ്റിലും ഡൗൺ ആരോയിലും കൂടി ക്ലിക്ക് ചെയ്താൽ അത്രയും ഭാഗം നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് വരും. അതിനുശേഷം നമുക്ക് ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഫാൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ ഇതിൽ എത്ര ഫാൾ സീസൺ വരുന്നുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി അതേപോലെ തന്നെ നമുക്ക് എത്ര സ്പ്രിംഗ് സീസൺ വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൗണ്ട് ഈഫ് എന്നെഴുതി കൗണ്ട് ഈഫ് എന്നെഴുതി അതിനുശേഷം എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റേഞ്ച് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സെയിം ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തു, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് സെലക്ട് ചെയ്തു വന്നു. ഇനി നമുക്ക് അവിടെ സ്പ്രിംഗ് സീസൺ ആണ് കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഈ സ്പ്രിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അമൗണ്ട് നമുക്കിവിടെ കറക്റ്റ് 18 എന്നാണ് വന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് ആണെന്ന് നോക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് ഒന്ന് എ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായി, 17 ആയി. അപ്പോൾ നമ്മൾ കൊടുത്തത് കറക്റ്റാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഹൗ മെനി ഫാൾ സീസൺ ഇൻ കാലിഫോർണിയ ആൻഡ് വാഷിങ്ടൺ. ഓക്കെ, എത്ര ഫാൾ സീസൺ കാലിഫോർണിയയിലും അതേപോലെ തന്നെ വാഷിങ്ടണിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഫാൾ സീസൺ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടേക്ക് വെക്കാം. അതേപോലെ തന്നെ ഇവിടെ വന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് കാലിഫോർണിയ സെലക്ട് ചെയ്തു. അത് നമുക്ക് നേരെ എന്ത് ചെയ്തു, ഇതിൻ്റെ മുകളിൽ ചേർത്തു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് വാഷിങ്ടൺ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് ഫാൾ സീസണും ആവണം, അതേപോലെ തന്നെ അത് കാലിഫോർണിയയിലും ആവണം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കൗണ്ട് ഈഫസ് യൂസ് ചെയ്യുന്നത്. കൗണ്ട് ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാനാണ് കൗണ്ട് ഈഫ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒന്നിലധികം കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ഈഫസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ കൗണ്ട് ഈഫസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ട് ഈഫ് എസ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ആദ്യം തന്നെ ഫാൾ സീസൺ എന്നുള്ള റേഞ്ചാണ്, അതായത് ഫാൾ സീസൺ കിടക്കുന്ന റേഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോളുമേയും ഷിഫ്റ്റുമേയും ഡൗൺ ആരോയിലും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത്രയും റേഞ്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മളിവിടെ വന്ന് ഫാൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇനി രണ്ടാമത്തെ റേഞ്ച് സെലക്ട് ചെയ്യണം. അത് കാലിഫോർണിയ എന്നുള്ള ഭാഗം കിടക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യണം. അപ്പോൾ ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് ആ സ്റ്റേറ്റ് കിടക്കുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രൈറ്റീരിയ അതായത് കാലിഫോർണിയ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ എത്ര കണ്ടീഷൻ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കോമ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് പല കണ്ടീഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് കോമ ഇട്ടിട്ട് ഇങ്ങനെ എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും കൗണ്ട് ഈഫസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ 2 കണ്ടീഷൻ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കാം. അപ്പോൾ ഫാൾ സീസണിൽ കാലിഫോർണിയയിൽ 6 വരുന്നത്, ഫാൾ സീസൺ 6 വരുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് വാഷിങ്ടണിലൊന്ന് സെർച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാഷിങ്ടണിൽ സെർച്ച് ചെയ്യാൻ എഗെയിൻ ഇതേപോലെ തന്നെ ഈക്വൽ ടു കൗണ്ട് ഈഫസ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഇട്ടു. ക്രൈറ്റീരിയ എന്നുള്ളടത്ത്, ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളടത്ത് ആദ്യം തന്നെ നമുക്ക്
ഫാൾ സീസൺ ഓക്കെ ഫാൾ സീസൺ തന്നെയാണ്. അപ്പോൾ എഗെയിൻ നമ്മളിവിടെ വന്ന് ഈ ഫാൾ സീസൺ അതായത് ഈ സീസൺ കിടക്കുന്ന ഭാഗം നമ്മളൊന്ന് സെലക്ട് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ ഉപയോഗിച്ച് അതിനുശേഷം ഒരു കോമ ഇട്ടു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഫാൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ഓക്കെ കോമ ഇടുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ് കിടക്കുന്ന ഭാഗവും നമുക്ക് അതേപോലെ നിന്ന് സെലക്ട് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ വാഷിംഗ്ടൺ എന്നുള്ളതും സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ കാലിഫോർണിയയിലും അതേപോലെ വാഷിംഗ്ടണിലും എത്ര ഫാൾ സീസൺ വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തത് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കാലിഫോർണിയ എന്നുള്ളതിന് വാല്യൂ ഞാനൊന്ന് എ എന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നേരത്തെ 6 ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തായിട്ടുണ്ട്, 5 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് ഓക്കെയാണ്. ഓക്കെ, ഇനി അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സം ഈഫസ് യൂസ് ചെയ്തിട്ടാണ്. സം ഈഫസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ടോട്ടൽ സെയിൽസ് ഈഫ് സ്പ്രിംഗ് സീസൺ ഇൻ വാഷിംഗ്ടൺ ആൻഡ് കാലിഫോർണിയ. അതായത് കാലിഫോർണിയയിലും അതേപോലെ തന്നെ വാഷിംഗ്ടണിലും സ്പ്രിംഗ് സീസണിൽ എത്ര സെയിൽ നടന്നു എന്നുള്ള അമൗണ്ടാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ സം ഈഫസ് എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ വന്ന് ഇതേ കോഡ് തന്നെ ഞാൻ ഇവിടെ ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ അഗെയിൻ ഒന്നുകൂടി നോക്കാം. വാഷിംഗ്ടണിലും അതേപോലെ കാലിഫോർണിയയിലും സ്പ്രിംഗ് സീസണിൽ എത്ര സെയിൽ നടന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഈ വാഷിംഗ്ടൺ ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ ഫാൾ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രിംഗ് സീസണിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ വന്ന് കോപ്പി ചെയ്ത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കതൊന്ന് കൗണ്ട് ചെയ്യാം. അപ്പോൾ സം ഈഫസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് സം ഈഫ് എസ് എന്ന് ചേർത്തു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നിലധികം കണ്ടീഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തത്. അപ്പോൾ സം റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സമ്മ് കിടക്കുന്ന വാല്യൂ ഏതിൻ്റെയാണോ സമ്മ് കാണേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഭാഗം നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇടുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്രൈറ്റീരിയ റേഞ്ച് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമുക്ക് ക്രൈറ്റീരിയ തീരുമാനിക്കേണ്ടത് അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് സീസൺ എന്നുള്ള ക്രൈറ്റീരിയ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സീസൺ കിടക്കുന്ന ഭാഗത്ത് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തു, ആ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം അവിടെയുള്ള ഏതിൻ്റെ അടിസ്ഥാനത്തിലാണോ ചെയ്യേണ്ടത് അത് ചേർത്തു. സ്പ്രിംഗ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ക്രൈറ്റീരിയ കിടക്കുന്ന ആ ഭാഗം നമ്മൾ ഇവിടുന്ന് സെർച്ച് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ മൗസ് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്താലും മതി. അതിനുശേഷം ഒരു കോമ ഇടുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്രൈറ്റീരിയ എന്നുള്ള ഭാഗം ഞാൻ ഇവിടുന്ന് കാലിഫോർണിയ സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ആ കൊടുത്ത സ്പ്രിംഗ് സീസണിൽ കാലിഫോർണിയയിൽ എത്ര അമൗണ്ടിന് സെല്ല് നടന്നു എന്നുള്ള അമൗണ്ട് നമുക്കിവിടെ കാണിച്ചു തരും. ഇനി അതേപോലെ തന്നെ നമുക്ക് വാഷിംഗ്ടണിലും ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഈക്വൽ ടു സം ഈഫ് എസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം സം റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ഈ സമ്മ് കിടക്കുന്ന ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു കോമ ഇടുക. അതിനുശേഷം ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇടുക. അതിനുശേഷം നമുക്കതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് സ്പ്രിംഗ് സെലക്ട് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ക്രൈറ്റീരിയ, ഇങ്ങനെ എത്ര ക്രൈറ്റീരിയ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി അതിനുശേഷം രണ്ടാമത്തെ ക്രൈറ്റീരിയ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എഗെയിൻ നമ്മൾ അതേപോലെ തന്നെ ഈ ഭാഗം സ്റ്റേറ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് വാഷിംഗ്ടണിലും സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ എത്ര സ്പ്രിംഗ് സീസണിൽ കാലിഫോർണിയയിലും അതേപോലെ തന്നെ വാഷിംഗ്ടണിലും എത്ര അമൗണ്ടിന് സെല് ചെയ്തു എന്നുള്ള ഡാറ്റാസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്പ്രിംഗ് സീസൺ ഇൻ വാഷിംഗ്ടൺ ഓൺലി. അപ്പോൾ ഇവിടെ COUNTIFS വെച്ചിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, സ്പ്രിംഗ് സീസണ് വാഷിംഗ്ടണിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് COUNTIFS വെച്ചിട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് ഇതൊന്നുകൂടി കോപ്പി ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളിവിടെ
കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇതിൻ്റെ സ്പ്രിംഗ് സീസൺ നമുക്കിവിടെ കോപ്പി ചെയ്തിടാം. ജസ്റ്റ് ഒന്ന് നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈക്വൽ ടു ഇടുക, എന്നിട്ട് കൗണ്ട് ഇഫ് എസ് എന്നിട്ട് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളടത്ത് ഈ സീസൺ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തു, ഒരു കോമ ഇടുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ക്രൈറ്റീരിയ എന്നുള്ളടത്ത് സ്പ്രിംഗ് എന്നുള്ളത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ ക്രൈറ്റീരിയ സ്റ്റേറ്റ് എന്നുള്ള ഭാഗം നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്തു. ദെൻ ഒരു കോമ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്രൈറ്റീരിയ വാല്യൂ എന്നുള്ളടത്ത് നമുക്ക് എന്ത് ചെയ്യാം, വാഷിംഗ്ടണും സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കവിടെ 6 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്യോയിറ്റ് ടേബിൾ കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പ്യോയിറ്റ് ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, എന്തിനാണ് പ്യോയിറ്റ് ടേബിൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്യോയിറ്റ് ടേബിൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ടൂളാണ്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇൻസെർട്ടിൽ പോവുക. അതിനുശേഷം പ്യോയിറ്റ് ടേബിളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ന്യൂ വർക്ക് ഷീറ്റിൽ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓക്കെ അമർത്തുക. ഇനി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സീസൺ ബൈ എത്ര അമൗണ്ടിന് സെല് ചെയ്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റോ എന്നുള്ളടത്ത് സീസൺ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കൊടുത്ത 2 സീസണും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അവിടുത്തെ ഓരോ സീസണിനും നമുക്ക് എത്ര അമൗണ്ടിന് സെയിൽ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റിനെ നമുക്ക് ഇവിടെ വന്ന് എന്ത് ചെയ്യാം, ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടേക്ക് സ്റ്റേറ്റ് ആഡ് ചെയ്തു. ഇനി ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, ഓരോ സ്റ്റേറ്റിനും നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ കാലിഫോർണിയ സെലക്ട് ചെയ്യുമ്പോൾ കാലിഫോർണിയയിൽ ഓരോ സീസണിൽ ആഡ് ചെയ്ത ഡാറ്റാസ് എത്രയാണോ അതിവിടെ കാണിക്കും. അതേപോലെ അടുത്തൊരു സ്റ്റേറ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ എത്ര അമൗണ്ടിന് സെല് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ വാഷിംഗ്ടൺ എന്നുള്ള ഭാഗത്ത് എത്ര അമൗണ്ടിന് സെല് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇനി കോളം എന്നുള്ള ഭാഗത്തേക്ക് നമുക്കിത് എന്ത് ചെയ്യാം, എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരാൻ ആളെന്ന് കൊടുത്ത് ഓക്കെ അമർത്തി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇയർ എല്ലാം സെയിം ആണ്. ടൈപ്പ് എന്നുള്ളടത്ത് കോളം ഇടുന്നുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് എത്ര അമൗണ്ടിനാണ് സെല് ചെയ്തു എന്ന് നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ കോളം കൊടുക്കുമ്പോൾ ആ ടൈപ്പ് എന്നുള്ളത് ഇവിടെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഹെഡിങ് ആയിട്ട് കാണിക്കും. ഇനി ഇതും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഫിൽറ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്യോയിറ്റ് ടേബിൾ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ പ്യോയിറ്റ് ടേബിൾ പറയാൻ കാരണം ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു പ്യോയിറ്റ് ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് എളുപ്പത്തിൽ വേണ്ട രൂപത്തിൽ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫയൽ, അതായത് നമ്മൾ ഈ ചെയ്ത വർക്ക് ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ലിങ്ക് കൂടി ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.